നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വഭാവം അറിഞ്ഞു പൂട്ടി. കോട്ടയം പത്തനംതിട്ട മേഖലയിൽ വലിയ ചലനമുണ്ടാക്കാൻ പി.സി. ജോർജിനും മകനും ബി.ജെ.പിയിലേക്ക്. ഇന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചേക്കും. കോട്ടയത്ത് നിന്ന് മത്സരിക്കാൻ സാധ്യത. ബി.ജെ.പി നേതൃത്വം വിളിച്ചതിനനുസരിച്ച് പി.സി. ജോർജ് വിവിധ നേതാക്കളുമായി ചർച്ച നടത്തി. കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും തള്ളിക്കളഞ്ഞ പി.സി. ജോർജ് അവസാന കളികളിലേക്ക്. പി.സി. ജോർജ് ഇന്ന് ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചേക്കും. മകൻ ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള ജനപക്ഷം പാർട്ടി നേതാക്കളും ബി.ജെ.പി അംഗത്വം സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കും. കേരളത്തിൽ കെ സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയിൽ അംഗത്വം സ്വീകരിക്കാനാണ് സാധ്യത. ബി.ജെ.പി നേതൃത്വം വിളിപ്പിച്ചതനുസരിച്ച് ഇന്നലെ ദില്ലിയിലെത്തിയ പി.സി. ജോർജ് വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇന്നും ചർച്ചകൾ തുടരും. വൈകിട്ട് തീരുമാനം അറിയിക്കുമെന്ന് പി.സി. ജോർജ് പറഞ്ഞു. എൽ.ഡി.എഫും യു.ഡി.എഫും അടുപ്പിക്കാതെ വന്നതോടെ ഏറെ നാളായി ബി.ജെ.പിയിലേക്ക് ഒട്ടിനിന്നായിരുന്നു പി.സി. ജോർജിന്റെ രാഷ്ട്രീയ പ്രവർത്തനം. ജനപക്ഷം പാർട്ടിയെ എൻ.ഡി.എ ഘടകകക്ഷിയാക്കി പത്തനംതിട്ട ലോക്സഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയാവുകയായിരുന്നു ജോർജിന്റെ ലക്ഷ്യം. പലകുറി സംസ്ഥാന ബി.ജെ.പി നേതാക്കളുമായി ജോർജ് ചർച്ചയും നടത്തി. എന്നാൽ ഘടകകക്ഷിയായി മുന്നണിയിലെടുത്ത ജോർജ് കൂറുമാറുമോ എന്ന ആശങ്ക സംസ്ഥാന ബി.ജെ.പി നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഘടകകക്ഷിയായി ജോർജിനെ മുന്നണിയിലെടുക്കരുതെന്ന് കട്ടായം പറഞ്ഞു. ഇതോടെ പാർട്ടി അംഗത്വം എടുത്താൽ സഹകരിപ്പിക്കാം എന്ന നിർദ്ദേശം കേന്ദ്ര ബി.ജെ.പി നേതൃത്വം മുന്നോട്ട് വെച്ചു. ഗത്യന്തരമില്ലാതെ ഈ നിർദ്ദേശം അംഗീകരിക്കാൻ ജോർജ് നിർബന്ധിതനായി. മകനും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ഷോൺ ജോർജ് ഉൾപ്പെടെ ജോർജിന്റെ ജനപക്ഷം പാർട്ടിയിലെ സഹപ്രവർത്തകർ ഒന്നാകെ ബി.ജെ.പിയിലെത്തും. പുതിയ സാഹചര്യത്തിൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ജോർജ് ബി.ജെ.പി സ്ഥാനാർത്ഥിയായി എത്താനാണ് സാധ്യത. അതേസമയം കോൺഗ്രസ് നേതാവ് രാഹുലിനെതിരെ രൂക്ഷ വിമർശനവുമായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി. രാഹുൽ ദയനീയമായി പരാജയപ്പെട്ട ഒരു വ്യക്തിയാണെന്നും ഇത്രയും ഉത്തരവാദിത്തമില്ലാത്ത ഒരു എം.പി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വനവാസികളും പിന്നാക്ക വിഭാഗക്കാരും കർഷകരും തിങ്ങിപ്പാർക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലെ എം.പി ആയിരിക്കുന്ന രാഹുൽ എത്ര തവണ വയനാട്ടിൽ വന്നിട്ടുണ്ട്? ഈ മണ്ഡലത്തിന് വേണ്ടി രാഹുൽ എന്താണ് ചെയ്തത്? വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ചെയ്തതിന്റെ 10,000-ൽ ഒരംശം പോലും രാഹുൽ വയനാടിന് വേണ്ടി ചെയ്തിട്ടില്ല. ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന കർഷകർക്ക് വേണ്ടി എന്താണ് രാഹുൽ ചെയ്യുന്നത്? വയനാട്ടിലെ ജനങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലും രാഹുൽ പങ്കെടുത്തിട്ടില്ല. കേന്ദ്ര ശിശുക്ഷേമ മന്ത്രി സ്മൃതി ഇറാനി 2 തവണ വന്ന വയനാടിന്റെ വികസനത്തിന് വേണ്ടി ചർച്ച നടത്തി. എന്നാൽ രാഹുൽ ഒരു തുടർ യോഗത്തിലും പങ്കെടുത്തില്ല. അമേഠിയിൽ പരാജയപ്പെടുത്തിയ പോലെ രാഹുലിനെ വയനാട്ടിലും പരാജയപ്പെടുത്തണം. രാഹുലിനെതിരെ എൻ.ഡി.എ ശക്തമായ മത്സരം നടത്തുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സംഭവിച്ച പോലെ അയോധ്യയും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വലിയ ചലനം സൃഷ്ടിക്കില്ല എന്നത് ഇരു മുന്നണികളുടെയും മൂഢസ്വപ്നം മാത്രമാണെന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ശബരിമല വിഷയം വോട്ടിംഗിൽ വേണ്ടത്ര പ്രതിഫലിപ്പിക്കാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്. അവിടെ യു.ഡി.എഫ് എൽ.ഡി.എഫ് മുന്നണികൾ പരസ്പര വിരുദ്ധ നിലപാടായിരുന്നു സ്വീകരിച്ചത്. കോൺഗ്രസിന് പുറമെ വിശ്വാസികൾക്കൊപ്പമാണെന്ന് നടിച്ചതിനാൽ വോട്ട് കോൺഗ്രസിലേക്കും പോയി. എന്നാൽ അയോധ്യയിൽ ഇരു മുന്നണികളും ഒരേ നിലപാട് സ്വീകരിക്കുന്നതിനാൽ കേരളത്തിൽ മുൻകാലത്തില്ലാതിരുന്ന ഒരു ഐക്യം ബി.ജെ.പിക്ക് അനുകൂലമായുണ്ട്. എസ്.എൻ.ഡി.പി, എൻ.എസ്.എസ്, ധീവരസഭ, പുലയ മഹാസഭ തുടങ്ങിയവയൊന്നും ശബരിമല വിഷയത്തിൽ ബി.ജെ.പിക്കൊപ്പം നിന്നിട്ടില്ല. പക്ഷേ അയോധ്യയിൽ അവർ എല്ലാം ഒരേ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു.